ഹലോ, എനിക്ക് ഇന്നൊരു ഞണ്ട് കിട്ടിയേ. അതൊരു ഇത്തിരി വലിയ ഞണ്ടായിരുന്നു. ഒരു 3/4 കിലോളം ഉള്ള ഒരൊറ്റ ഞണ്ടായിരുന്നേ. ആ ഞണ്ടിനെ എല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ക്ലീൻ ആക്കി വെച്ചിരിക്കും. അപ്പൊ ഞാൻ ഈ ഞണ്ട് ഇവിടെ സാധാരണ റോസ്റ്റ് ആണ് ചെയ്യാറുള്ളത്. അപ്പൊ ആ റോസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോ ഇത് ചെറിയ പീസൊന്ന് ആക്കിയെടുക്കാം. ബാക്കി ഇതിന്റെ കാലും കൈയും ഒക്കെ ഇങ്ങനെ തന്നെ ഇട്ട് വെക്കാം കേട്ടോ. ഞണ്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ട സാധനങ്ങളാണ്: 2 കുഞ്ഞു സബോള എടുത്തിട്ടുണ്ട്, ഒരു 3-4 വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 2 പച്ചമുളക്, കറിവേപ്പില. ഇത് ഇത്രയുമാണ് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് വാട്ടിയെടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഞാൻ ഇത് 2 പീസേ ആക്കിയുള്ളൂ കേട്ടോ. ആ ഒരു ഒത്തിരി ചെറിയ പീസാക്കിയില്ല, ഇത് മാത്രം ഞാൻ 2 പീസാക്കിയാണ് എടുത്തത് കേട്ടോ. അങ്ങനെ നമുക്കിത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉരുളിക്കകത്ത് നമുക്ക് ഇനി എണ്ണ ഒഴിക്കാം കേട്ടോ. ഉരുളി ചൂടായി ഞാൻ എണ്ണ ഒഴിക്കുവാണേ. സബോള വാടാൻ വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാവേ കേട്ടോ. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്ക് ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം കേട്ടോ. സബോള പകുതി വാടി വന്നിട്ടുണ്ട്. അപ്പൊ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. സബോള വാടി വരുന്നുണ്ട്, പകുതി വാടിയിട്ടുണ്ട്. നമ്മൾ എന്ത് സാധനം റോസ്റ്റ് ചെയ്യാൻ നേരവും സബോള നന്നായിട്ട് വാടി വന്ന് അത് നന്നായിട്ട് സബോള വാടിയാൽ മാത്രമേ ആ റോസ്റ്റ് ചെയ്യുന്ന സാധനത്തിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അപ്പൊ സബോള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി അതിനകത്ത് ചേർക്കേണ്ട മസാലകള്: 3 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മസാലപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഇത്രയും സാധനമാണ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോണത് കേട്ടോ. ഇടുവാണേ. ഇനി അത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂക്കട്ടെ കേട്ടോ. പൊടികളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഇച്ചിരി വെള്ളം തിളപ്പിച്ചാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഞാനൊരു എളുപ്പത്തിനും ടേസ്റ്റിനും വേണ്ടി വെള്ളം തിളപ്പിച്ചാണ് ഒഴിക്കുന്നത് കേട്ടോ. ഇച്ചിരി വെള്ളം, വലിയ ഞണ്ടല്ലേ, അത് വേവാൻ വേണ്ടിയിട്ടുള്ള ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഇതിനകത്തോട്ട് നമുക്ക് കൊടംപുളി ഇട്ട് കൊടുക്കാം കേട്ടോ. പ്രത്യേകം ഞണ്ട് റോസ്റ്റിനകത്ത് എന്നും കൊടംപുളിയാണ് നല്ലത്. തക്കാളി ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. തക്കാളിയല്ല, കൊടംപുളിയാണ് ഞണ്ട് റോസ്റ്റിന് ടേസ്റ്റ്. അപ്പൊ ഞാൻ കൊടംപുളി ഇട്ട് കൊടുക്കുവാണേ. നമുക്ക് ഞണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞണ്ട് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണേ. അത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഈ ഞണ്ട് റോസ്റ്റ് തിളയ്ക്കുന്നുണ്ട് നന്നായിട്ട്. ഇതൊന്ന് ഇതിലിരുന്ന് വേവട്ടെ. അപ്പൊ മൂടി കൊടുക്കാം കേട്ടോ. മറക്കരുത്, ഇതിനകത്ത് കൊടംപുളി മാത്രം ഇട്ട് വെക്കാനുള്ള. കൊടംപുളിയുടെ പുളിയാണ് ഈ ഞണ്ട് റോസ്റ്റിന് എപ്പോഴും ടേസ്റ്റ്. തക്കാളി ഇടേണ്ട കാര്യമില്ല കേട്ടോ. ഞണ്ട് റോസ്റ്റ് ഇവിടെ കിടന്ന് തിളച്ച് മറിയുന്നുണ്ട്. ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ച് ചാറാക്കിയത് എന്താന്ന് വെച്ചാൽ ഇത് ഇത്രയും വലിയ ഞണ്ടായതുകൊണ്ട് അത് ഒന്ന് വെന്ത് വരണ്ടേ. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും ഇച്ചിരി ചാറിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ. അപ്പൊ ആ ചാറ് പറ്റി വരുമ്പോൾ അത് ഞണ്ട് റോസ്റ്റ് ആയിക്കോളും കേട്ടോ. നിങ്ങളെല്ലാം ഇങ്ങനെയാണോ ചെയ്യുന്നത്, ഇനി ഞണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് നിങ്ങൾ കമന്റിലൂടെ അഭിപ്രായങ്ങളോ നിങ്ങൾ വെക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. നമുക്ക് ഞണ്ട് വെന്തോന്ന് നോക്കാം. സൂപ്പർ കണ്ടോ, ഞണ്ടെല്ലാം നന്നായിട്ട് വെന്ത് കണ്ടോ, നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് കണ്ടോ. ഇത് ഞാൻ നിങ്ങളെ ചോറിന്റെ കൂടെ ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് ചപ്പാത്തിയോ പൊറോട്ടയോ കപ്പയുടെയൊക്കെ കൂടെയാണെങ്കിൽ ഈ ഞണ്ട് റോസ്റ്റ് സൂപ്പറാ കഴിക്കാം. നിങ്ങളെല്ലാം ഇതേപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായമൊക്കെ ഇടണേ. അപ്പോൾ ഇതാണ് ഇന്ന് ഉച്ചയ്ക്കത്തെ ഭക്ഷണം. ചോറും വൻപയർ തോരനും ചാള വറുത്തതുമാണ്. അതിലോട്ട് ഞാൻ നമ്മുടെ ഞണ്ട് റോസ്റ്റ് എടുത്തു വെക്കാൻ പോവാണ്. ഇത്രയും മതി ചോറിന്. കണ്ട, ഞണ്ട് റോസ്റ്റും അതിന്റെ ഗ്രേവിയും ഇട്ട്. ഇതാണ് ഇന്ന് ഉച്ചയ്ക്കത്തെ ഭക്ഷണം കേട്ടോ.
ഞണ്ട് റോസ്റ്റിന്റെ ഗ്രേവി മതി തിന്നാൻ, വേറെ ഒന്നും വേണ്ട. ഗ്രേവിക്ക് എന്നാ ടേസ്റ്റാണെന്നറിയാവോ? ഇച്ചിരി ചാളയും കൂടെ വെച്ച് കണ്ടോ, സൂപ്പർ. Wow.